ഈ മകള് 2016 കോട്ടയത്ത് വന്ന് ധ്യാനം കൊടുത്താണ് താമസമുള്ള ധ്യാനം. അന്ന് ഈ മകൾ കിട്ടിയ ഒരു അത്ഭുത സൗഖ്യത്തിന്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. എൻ്റെ പേര് പ്രിൻസി. ഞാൻ ചീമേനി ഏറ്റുകുടുക്കയാണ് താമസം. എനിക്ക് 2016 ആയ സമയത്ത് എനിക്ക് ഹാർട്ടിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ 3 ഹോസ്പിറ്റലിൽ കാണിച്ചു. എല്ലാവരും പറഞ്ഞു സർജറി ചെയ്തില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. പേസ് മേക്കർ വെച്ചില്ലെങ്കിൽ. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. ഞാൻ കോട്ടയത്ത് ബ്രദറിൻ്റെ ധ്യാനത്തിന് പങ്കെടുത്തു. അവിടുന്ന് എനിക്ക് ഈശോ അത്ഭുതകരമായിട്ട് സൗഖ്യം തന്നു. ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർമാരെല്ലാം എന്നോട് പറഞ്ഞു, ഞാനൊരു നേഴ്സാണ്, നീ നേഴ്സായിട്ട് നീ ഇങ്ങനത്തെ വിഡ്ഢിത്തം പറയരുതെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞില്ല, എന്നെ ഈശോ തൊട്ടു, എനിക്ക് സൗഖ്യം കിട്ടി, എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. വീണ്ടും ഒരു എക്കോ ടെസ്റ്റൊക്കെ ചെയ്തു, എല്ലാം നോർമലായിരുന്നു. അതിനുശേഷം ഞാൻ 5 വർഷം ഇസ്രായേലിൽ വരെ പോയി ജോലി ചെയ്തു. എനിക്ക് ഒന്നും വന്നില്ല. എൻ്റെ ദൈവം വലിയവൻ. ഹാർട്ടിന് എന്തായിരുന്നു കംപ്ലൈന്റ്? എന്തായിരുന്നു? ഹാർട്ട് ബീറ്റ് കുറവായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മിസ്സാവും. 1-2 സെക്കൻഡ് നേരത്തേക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല. അടുത്ത സെക്കൻഡിൽ ഹാർട്ട് ബീറ്റ് വന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. അപ്പോൾ എനിക്ക് പേസ് മേക്കർ വെച്ചില്ലെങ്കിൽ അതാണ് എൻ്റെ ഓപ്ഷൻ. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. ആ സമയത്ത് എനിക്ക് പ്രാർത്ഥന കുറവായിരുന്നു. എൻ്റെ വീട്ടുകാരെല്ലാവരും എന്നെ നിർബന്ധിച്ചു, നീ പ്രാർത്ഥിക്ക്, ദൈവത്തോട് അടുക്കെന്ന് പറഞ്ഞു. അന്നേരമാണ് എൻ്റെ വീട്ടിലെല്ലാവരും പറഞ്ഞത്, ബ്രദറിൻ്റെ ധ്യാനത്തിന് പോയി പ്രാർത്ഥിക്കുകയും. അങ്ങനെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ ബ്രദറിൻ്റെ ധ്യാനത്തിന് വന്നു. 2ാമത്തെ ദിവസം ബ്രദർ എൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു, മോളെ ഈശോ തൊടുന്നുണ്ട്, മോൾക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. ധ്യാനം കഴിയുന്ന അന്ന് ബ്രദർ സ്റ്റേജിൽ വിളിച്ചു പറഞ്ഞു, ഈ കൂട്ടത്തിൽ ഒരു മകൾക്ക് പേസ് മേക്കർ വെക്കേണ്ട മകളെ ഈശോ അത്ഭുതകരമായിട്ട് സൗഖ്യം കൊടുത്തിരിക്കുന്നു. ഞാനത് വിശ്വസിച്ചു. ഞാനത് വിശ്വസിച്ചു. ഞാൻ അത് ഏറ്റെടുത്തു. ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഈശോ സൗഖ്യം തന്നെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ 7-8 വർഷമാവുന്നു, ഞാൻ മരിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇമ്മയുടെ ഹാർട്ട് കർത്താവ് പുതിയ ഒരു ഹാർട്ട് തന്നെയാണ് കൊടുത്തത്. ധ്യാനം കൂടിയിട്ട് 8 വർഷത്തോളമാകുന്നു. ഹാർട്ടിൻ്റെ കുഴപ്പമില്ല, പൂർണ്ണമായിട്ടും യേശു തൊട്ട് സൗഖ്യപ്പെടുത്തി. Oh Jesus, you are my Lord.